ഈ കേരള രാഷ്ട്രീയത്തിൽ മാണി കോൺഗ്രസ് കാലങ്ങളായിട്ട് UDFൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ബാർക്കോഴ വിവാദമൊക്കെ വന്നതിനെ തുടർന്ന് ഒരു ചെറിയ അകൽച്ചയൊക്കെ വന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് LDFനോടൊപ്പമാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ LDFനോടൊപ്പമുള്ള യാത്ര അധികം വൈകാതെ തന്നെ അവസാനിക്കും എന്ന വിവരമാണ് വരുന്നത്. LDFനകത്ത് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗവും ഈ പറഞ്ഞ ശശീന്ദ്രൻ്റെ NCPയും തമ്മിലൊക്കെ ഒരു നിരവധി പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും UDF ഒരു വലിയ വലയും വിരിച്ചിട്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് പ്രിയ, ഒരു രാഷ്ട്രീയ മാറ്റം നമ്മൾ കാണുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതായത് ജോസ് കെ മാണിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF കയറിയപ്പോൾ തൊട്ട് ശനിദശയാണ് മാണി കോൺഗ്രസിന് എന്നാണ്. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോൾ ആദ്യം ഇലക്ഷനിലേക്ക് സമീപിക്കുന്നു, ജോസ് കെ മാണി പരാജയപ്പെടുന്നു. മാണി സി കാപ്പൻ ഇടഞ്ഞത് തന്നെയാണ് ആദ്യത്തെ ഇലക്ഷനൊക്കെ ഇടായിരുന്നത്. പിന്നെ അതിന് തൊട്ട് പിന്നാലെ ഈ പറയുന്ന ജോസ് കെ മാണി തോൽക്കുന്നു. തോറ്റതോടുകൂടി തന്നെ തോക്കുന്നതിൽ കഥയുണ്ട് കേട്ടോ. അതായത് പാലക്കാരോട് ചെന്നിട്ട് ചോദിച്ച ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മാണി സി കാപ്പനും ഈ പറയുന്ന ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മാണി സാറിന് വോട്ട് ചെയ്യുന്നു. മാണി സാർ മരിച്ചു പോയില്ലേ? മാണി സാർ മരിച്ചുപോയെങ്കിലും അത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത മാണി കോൺഗ്രസ്സുകാരവിടെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.